രായി മുതലാളി BJP സംസ്ഥാന അധ്യക്ഷനായത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് ചില വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതും മഞ്ഞൾ ശോഭയെ ഉദ്ധരിച്ചുകൊണ്ട്. അതിന് മുന്നോടിയായിട്ട് മുതലാളി ഇന്നിപ്പോൾ സ്ഥാനാരോഹണത്തിന് ശേഷം മൈക്കിലൂടെ ഒരു പഞ്ച് ഡയലോഗ് അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3-4 മാസമായി നടക്കുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് ഫലമായി ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇന്ന് എന്നെ സംസ്ഥാന പ്രസിഡന്റ് എനിക്കൊരു സംസ്ഥാന പ്രസിഡന്റ് ഉത്തരവാദിത്വം എനിക്ക് പാർട്ടി തന്നു. ആണോ? ഇങ്ങനെയാണോ ആയത്? വിക്കി ആണെങ്കിലും നുണ പറയുന്നതിനും കുറച്ചൊക്കെ പഞ്ച് കൊടുക്കണ്ടേ മുതലാളി? ഇനിയിപ്പോൾ ഇത് സത്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കണം. കാര്യം നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിക്കഴിഞ്ഞാൽ ഉടനടി അവർക്ക് പറയാം അത് BJP സംസ്ഥാന അധ്യക്ഷനായിട്ട് ഒരു സവർണ പണക്കാരനെ ഞങ്ങൾ ഇറക്കിയതിൻ്റെ കുശുമ്പ് കൊണ്ടും വിയോജിപ്പ് കൊണ്ടും പറയുന്നതാണെന്ന് വേണമെങ്കിൽ പ്രചരിപ്പിക്കാം. വേണ്ട. രായു മുതലാളിയെ പോലെ തന്നെ മറ്റൊരു ചാനൽ ഉടമ BJPയുടെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവായിട്ടുള്ള മഞ്ഞൾ ശോഭ അദ്ദേഹത്തോട് വെളിപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമല്ലോ. ഞങ്ങളുടെ ആരുടെയും സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല. റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡ്രൂ അഗസ്റ്റിനോട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ വെളിപ്പെടുത്തലുണ്ട് എങ്ങനെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പദവി കിട്ടുന്നത് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ നമ്മളുടെ നാവ് കൊണ്ടത് കേൾക്കണ്ട, BJPക്കാരൻ കൂടിയായ ആൻഡ്രോയുടെ നാവ് കൊണ്ട് നിങ്ങളത് കേട്ടോളൂ. ഈ ശോഭാ സുരേന്ദ്രനെ എനിക്ക് 2011 തുടങ്ങി അറിയാം. എൻ്റെ വീട്ടിലെ ഒരു സ്ഥിരം സന്ദർശികയാണ്. സ്ത്രീ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, ആരോ സാറേ ഇപ്പം ഇനി പ്രസിഡന്റ് സ്ഥാനമൊക്കെ കിട്ടണമെങ്കിൽ ഇതൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഞാനിതൊന്നും എസ്ട്രാജേറ്റ് പറയല്ല, എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. എന്ത് പ്രസിഡന്റ് സ്ഥാനമൊക്കെ കിട്ടണമെങ്കിൽ കേന്ദ്രത്തിൽ പണം കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പം 5 കോടി രൂപ വേണം കേന്ദ്രത്തിൽ പ്രസിഡന്റ് സ്ഥാനം കിട്ടും. കേരളത്തിൻ്റെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കിട്ടണമെങ്കിലാണ്. അപ്പം 5 കോടി രൂപ വേണം. അപ്പം 5 കോടി രൂപ ആണെങ്കിൽ എൻ്റെ അടുത്ത് 2 കോടി ഓൾറെഡി ഉണ്ട്. ഒരു 3 കോടിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അതൊന്ന് ഒന്ന് എനിക്ക് ശരിയാക്കി തരണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പുള്ളിക്കാരി ഇറങ്ങി പോയി കഴിയുമ്പോൾ ജസ്റ്റിൻ പറയും, എല്ലാവരും പറയണോ സാറേ നിങ്ങൾ ഇതിനൊന്നും പോയി തല വെച്ച് കൊടുക്കരുത്. കേട്ടല്ലോ, 5 കോടി അതാണ് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ വേണ്ടിയുള്ള യോഗ്യത. ആരെയിൽ 5 കോടി ഉണ്ടോ ആരാദ്യം കൊടുക്കുന്നോ അവർക്ക് സീറ്റ് കൊടുക്കും. നേരത്തെ അറിയാമല്ലോ, തലസ്ഥാനത്ത് തോറ്റ് രാജ്യസഭയിലെങ്കിലും സീറ്റ് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലാതെ വന്ന സന്ദർഭത്തിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച് എക്സിലൊരു പ്രഖ്യാപനം നടത്തി BJP ആയിട്ടുള്ള എല്ലാ പ്രവർത്തനവും ഞാൻ അവസാനിപ്പിക്കുന്നു, ഇനി ഒരു സാധാരണ പ്രവർത്തകനാണ്. അങ്ങനെ മനസ്സുമടുത്തൊരു വ്യക്തിക്ക് വിശ്വഗുരുവും സംഘവും വെറുതെ എടുത്തൊരു പദവി കൊടുത്തു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ അയക്കുമായിരുന്നല്ലോ. പക്ഷെ അല്ല. പളപളത്ത നോട്ട് കണ്ടാൽ ഏത് വിശ്വഗുരുവും ചാടിപ്പോവും. അധികാരമില്ലാതെ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം വല്ലാതെ വീർപ്പുമുട്ടുകയായിരുന്നു. തിരിഞ്ഞു നോക്കാൻ ഒരു BJP നേതാക്കന്മാർ പോലും വീടിൻ്റെ പരിസരത്തൂടെ നടക്കാത്ത അവസ്ഥ. സ്വാഭാവികമായിട്ട് എന്ത് വേണം? അധികാരമുണ്ടെങ്കിലേ BJPക്കാർക്കിടയിൽ ഒരു വിലയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പണമല്ല പവറാണ് വേണ്ടത്. അങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുത്തു. ശോഭാ സുരേന്ദ്രൻ ആൻഡ്രോയോട് വെളിപ്പെടുത്തിയ രീതിയിൽ പറഞ്ഞാൽ 1ഉം 2ഉം അല്ല, 5 കോടി. ആ 5 കോടി തികയാത്തത് കൊണ്ടാണ് മഞ്ഞൾ ശോഭയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് ആകാൻ പറ്റാതിരുന്നത്. പക്ഷേ 5 കോടി എന്ന് പറഞ്ഞാൽ നിഷ്പ്രയാസം അമ്മാവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ശേഷി ഉള്ളത് കൊണ്ട് മുതലാളി എടുത്തങ്ങ് എറിഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഈ പദവിയിലെത്തിയതെന്ന് കേരളത്തിലെ BJP നേതാക്കന്മാർ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒരു ചാനലും കുറച്ച് പണവുമുള്ള വേദനിക്കുന്ന കോടീശ്വരനായതുകൊണ്ട്, അതും സ്വന്തം പണമല്ല, BPL കമ്പനി നടത്തിയ എൻ്റെ അമ്മാവൻ്റെ പണം, എൻ്റെ വിയർപ്പോഹരി ഇല്ലാത്ത ഇഷ്ടംപോലെ പണം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എടുത്തെറിയും. ഇതൊക്കെ ഇങ്ങ് വാങ്ങിക്കും. അങ്ങനെ വാങ്ങിച്ചെടുത്ത ഒരു പദവിയാണെന്ന് വളരെ കൃത്യമായിട്ട് ഒരു ചാനലിൻ്റെ ഉടമസ്ഥൻ തന്നെ മറ്റൊരു ചാനൽ ഉടമസ്ഥനെക്കുറിച്ച് അത് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിന് അവിശ്വസിക്കണം? ഉറപ്പിച്ചോളൂ, പർച്ചേസ്ഡ് പോസ്റ്റാണ് കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ. അത് സിമ്പിളായിട്ടൊരു കച്ചവടക്കാരൻ വാങ്ങിയെടുത്ത് ആ കസേരയിൽ വന്നിരിക്കാൻ പോകുന്നു.